ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജ്യോതികമ്മ ടാറ്റ് വേൾഡ്. പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ്, അത് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ അത് നിലനിൽക്കുമോ, അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ റീഡിംഗ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഞാൻ കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായി പ്രാർത്ഥിച്ചെടുത്ത് വെച്ച കാർഡാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ നിങ്ങളുടെ ഫയൽ ഏതാണ് എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻസ്, ലൈക്ക്, ഷെയർ ഒക്കെ എനിക്ക് പോസിറ്റീവ് എനർജി തരുന്നതാണ്. അതുപോലുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും ഇടാനുള്ള പോസിറ്റീവ് എനർജിയാണത്. എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത റീഡിംഗ് ആണ് ആദ്യം. ഓക്കെ, ഫസ്റ്റ് ഫയൽ രാധാകൃഷ്ണന്മാരാണ്. രണ്ടാമത്തെ ഫയൽ ഓംകാരമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഒന്നാമത്തെ ഫയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ സെലക്ട് ചെയ്ത ഫയൽ നിങ്ങൾക്ക് റെസൊനേറ്റായി തോന്നുന്നില്ലെങ്കിൽ മറ്റേ ഫയലും കൂടെ കണ്ടു നോക്കൂ കേട്ടോ. ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ് ഇതാണ്. ഹൈ പ്രീസ്റ്റസ്, ലവേഴ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, ടവർ, ഹെർമിറ്റ്, 6 ഓഫ് സോഡ്, ഫൂൾ കാർഡ്. ഓക്കെ, ഫയൽ റീഡിംഗ് ആണെങ്കിലും പലരുടെയും എനർജിയാണ്, പേഴ്സണൽ റീഡിംഗ് അല്ലല്ലോ. അപ്പം പലർക്കും പല അനുഭവങ്ങളായിരിക്കും. ഇവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം അല്ല, നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ശരി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണെന്നാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ്. എടുത്ത് ചാടി ഒന്നും ചെയ്യില്ല. അതുപോലെ നിങ്ങൾ വളരെ ഹൃദയാലുക്കളാണ്, ഇമോഷൻസ് കൂടുതലാണ്. നിങ്ങളുടെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കാനും മിടുക്കരാണ്. പക്ഷെ അവനവൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുന്നതാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ. അവനവൻ്റെ സങ്കടം ഉള്ളിൽ ഒതുക്കാൻ മിടുക്കരുമാണ് എന്നാണ്. പിന്നെ നിങ്ങളുടെ മറ്റൊരു ഗുണം എന്ന് പറയാം, ഗുണം എന്ന് തന്നെ പറയാം. അതായത് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അവനവൻ്റെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിന് സാധിക്കും. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന, മറ്റുള്ളവർക്ക് തോന്നും അവർ പറയുന്ന കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, താൻ തോന്നിയാണ്, അല്ല നിങ്ങൾ പറയുന്ന അനുസരിച്ച് ചെയ്യൂ, അങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ മറ്റുള്ളവർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നിയാലും അതാണ് കറക്റ്റ്. അവനവൻ്റെ മനസ്സിന് തോന്നുന്നത്, അവനവൻ്റെ ഹൃദയം പറയുന്നത്, അവനവൻ്റെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് തിരിച്ചറിയാനുള്ള കഴിവുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല. ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ വാക്കിനൊക്കെ വാല്യൂ കൊടുക്കണം. പക്ഷെ എന്നാലും അവനവൻ്റെ ഇതിനനുസരിച്ച് കൂടുതലും പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ഡീപ്പായ ഒരു റിലേഷൻഷിപ്പായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഇടയിലേക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണുന്നത്. അതുകൊണ്ടുണ്ടായ പ്രത്യാഘാതങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ, പ്രതീക്ഷിച്ചിരിക്കാതെ നല്ല സന്തോഷത്തിൽ കഴിഞ്ഞവരായിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഇടയിലൊരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതൊരു പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുമ്പം സാമ്പത്തികമാവാം. ചിലർക്കത് സാമ്പത്തികമാണ്, ചിലർക്ക് വൈഫിനോ ഹസ്ബൻഡിനോ വേറൊരു ബന്ധമായിരിക്കാം, ഇല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യം. അങ്ങനെ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകാതെ, ഇപ്പം ഗൃഹാന്തരീക്ഷം ശരിയല്ലെങ്കിൽ ഒക്കെ അവിടെയുള്ള കുടുംബാന്തരീക്ഷവും കൂടെ നന്നായിരിക്കണം. എന്നാലേ ഒരു ദാമ്പത്യം സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് തന്നെ ജീവിതം തകർന്നവരുണ്ട്. ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിലും അവർ പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ വേണ്ട കെയർ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭർത്താവ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഏതൊക്കെയോ രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. നിങ്ങളുടെ ജീവിതം പെട്ടെന്നൊരു ചേഞ്ച് അവിടെ വന്നു എന്നാണ്.
തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതോടെ നിങ്ങളുടെ ഇടയിൽ പരസ്പരം ശക്തമായ കുറ്റപ്പെടുത്തലുകളും വഴക്കും അങ്ങനെയൊക്കെ തുടങ്ങി. അവിടെ കണ്ണീരായി, സങ്കടമായി, അങ്ങനെ വിധിയെ പഴിച്ച് അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്ന് വിചാരിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്, ചിലരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു, അങ്ങനെയൊക്കെ ഓരോ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് നിങ്ങൾ പലരും. ചിലരെ സംബന്ധിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് അതിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നവരുണ്ട് എന്നാണ്. സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്നു. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളോട് ടൈമില്ല, അവർക്ക് തിരക്കാണ്, ഇപ്പോൾ ഇതിനല്ല പ്രാധാന്യം, എനിക്ക് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചവരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ പല രീതിയിൽ ജീവിതം തകർന്നു, ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന രീതിയിൽ ആയിപ്പോയവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുക, നിരാശ, ഏകാന്തത, അങ്ങനെയൊക്കെ ഉള്ളവരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. ചിലരൊക്കെ ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല, എനിക്കിതിൽ നിന്ന് കരകയറണം, ഇപ്പോൾ സെൽഫ് ലവിലേക്ക്, മെഡിറ്റേഷൻ അതിലേക്ക് തിരിഞ്ഞവരുടെ ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് യൂണിവേഴ്സ് തന്നെ ആ ഒരു പാതയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾക്ക് മറ്റാരോടും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കഴിയുന്നവർ ഈ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് തിരിയണം. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏത് കാര്യവും നല്ലതിനാണെന്ന് മാത്രം ചിന്തിക്കും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചേ തീരും. അപ്പോൾ അത് സംഭവിച്ച് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെക്കണം. ആ ഒരു റിയലൈസേഷൻ ഉണ്ട്, ആ തിരിച്ചറിവുണ്ടായി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് വരും. ഇവിടെ പലരുടെ ജീവിതത്തിൽ മോശമായിരുന്ന അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സെൽഫ് റിയലൈസേഷനൊക്കെ അല്ലെങ്കിൽ സെൽഫ് ലവ്, അവനവനെ തിരിച്ചറിഞ്ഞ് അവനവൻ്റെ കർമ്മത്തിൽ ശ്രദ്ധ കൊടുത്ത് പ്രാർത്ഥനയും അതിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് ജീവിതം ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. നിങ്ങളൊരു ഉയർച്ചയുടെ പാതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇപ്പം വേറെ യാത്ര പോകാൻ തീരുമാനിച്ചവർക്കൊക്കെ യാത്ര പോകാനുള്ള അവസരം ഇനിയും അത് നിങ്ങൾക്ക് മാറി വരും. എന്ന് വെച്ചാൽ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ന്യൂ ബിഗിനിങ്, സക്സസ്, അതൊക്കെയാണ് ഇവിടെ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടവറിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ചിലർക്കൊക്കെ ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ഡിസ്കഷനുള്ള സമയമാണെന്നാണ്. നിങ്ങളുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ അത് പറഞ്ഞ് തീർക്കാനുള്ള സമയമാണെന്നാണ്. അതുപോലെ തന്നെ 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി അതാണ്. നിങ്ങൾ ലൈഫിലുണ്ടായ പ്രോബ്ലംസ് ഒഴിവാക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് ഫ്രീ ആവും. മൈൻഡ് ഫ്രീ ആയാൽ മാത്രമേ അവിടേക്ക് നല്ല നല്ല കാര്യങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഉയർച്ച സംഭവിക്കണമെങ്കിൽ ആ മൈൻഡ് ഫ്രീ ആയിരിക്കണം. ആ മൈൻഡ് ഫ്രീ ആകുക എന്നുള്ള അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഈ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അവർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ മെഡിറ്റേഷനാണ് എല്ലാത്തിനും ഒരു പരിഹാരം. ശരിക്കും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്താൻ, സ്ട്രെസ്സ് കുറയ്ക്കാനും, പിരിമുറുക്കം, സമ്മർദ്ദം എല്ലാം കുറയ്ക്കാനല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഇല്ലാതാവും. നല്ല ക്രിയാത്മകമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. നല്ലൊരു റിലീഫ് കിട്ടും. ദിവസം ഒരു 10 മിനിറ്റ് നേരമെങ്കിലും മെഡിറ്റേഷൻ ചെയ്താൽ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വെളിച്ചമാകുക. മറ്റൊരാൾ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കെടുത്താൻ അനുവദിക്കാൻ പാടില്ല. മറ്റൊരാൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ വെളിച്ചമാകുക. അപ്പം നിങ്ങൾ പലരും ആ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എത്തും. അപ്പോൾ നല്ലൊരു സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പ്രാർത്ഥനയിലൂടെ, മെഡിറ്റേഷനിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം, ഇനിയുള്ള നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി വരുമെന്നാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കുള്ള നിങ്ങളുടെ സക്സസ് വരുന്നത്. നിങ്ങളെ വേണ്ടെന്ന് വെച്ചവർ, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചവർ, നിങ്ങളെ നിന്ദിച്ചവർ ഒക്കെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നതാണ്. ഈ എനർജിയിൽ കൂടുതൽ പേരും ഒരു പാസ്റ്റ് ലൈഫ് അല്ലെ സോൾമേറ്റ് കണക്ഷൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. കുറേ പേരെങ്കിലും അങ്ങനെയുള്ളവരായിരിക്കും.
അങ്ങനെയുള്ളവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല. അവർ വിട്ടുപോയാലും അവർക്കൊരു തരത്തിലുള്ള സമാധാനവും ഉണ്ടാവില്ല. അതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ഭാഗത്താണ് വിജയം. ചിലരുടെ എനർജി എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു വിവാഹ ജീവിതമാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. തീരെ നിവൃത്തിയില്ലാത്തതൊക്കെ നമ്മൾ ഡൈവേഴ്സിലേക്ക് പോവുക, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് തന്നെ വെക്കുക. ഒരു തീരുമാനം, കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സമയമായി എന്നാണ്. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു ലൈഫിലുള്ളത് ഒരു ജീവിതകാലം മുഴുവനും വേറൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. ആർക്കും വേണ്ടാതെ ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നത് അത് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിനെ കട്ട് ചെയ്യേണ്ട ബന്ധമാണ് അതിന് യൂണിവേഴ്സ് അതിലേക്ക് തന്നെ നിങ്ങളെ നയിക്കുമെന്നുള്ളതാണ്. ഇതൊന്നും നമ്മളുടെ കയ്യിലല്ല. എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് തീരുമാനിക്കുന്ന പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും നടക്കുന്ന ഓരോരോ കാര്യങ്ങൾക്കും അതിന് ഓരോ കാരണങ്ങളുണ്ടാവും. അത് കർമ്മയായിരിക്കും. അതങ്ങനെ വിശ്വസിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. ഫാമിലിയൊത്ത് അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയൊത്ത് യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യത്തേക്കോ ചെറിയ ടൂറോ വലിയ ടൂറോ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യതയാണ് ഇവിടെ കാണുന്നത്. സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ലൈഫ് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാണ്. അപ്പം വേദനയുടെയൊക്കെ ആ ഒരു സംഘർഷത്തിൻ്റെ കാലം തീരാൻ പോകുന്നു. ചിലർക്കൊക്കെ തീർന്നു കഴിഞ്ഞു, നല്ല കാലം തുടങ്ങിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ തീരാൻ പോകുന്നു, നല്ല കാലം തുടങ്ങാൻ പോകുന്നു. ഇവിടെ ഏഞ്ചൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നു, അത് തന്നെയാണ്. അത് സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം ഇമ്പ്രൂവായി വരും. ഇനി യാതൊരു സംശയമില്ല. ഫൊർഗീവ് ചെയ്യണം. അപ്പോൾ ഫൊർഗീവ് ചെയ്യേണ്ടടുത്ത് ഫൊർഗീവ് ചെയ്യും. ചില കാര്യങ്ങൾ നമ്മൾ ഫൊർഗീവ് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. അവിടെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ കൂടുതൽ പേർക്കുള്ള എനർജി അങ്ങനെയാണ്. നിങ്ങൾ ഫൊർഗീവ് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പോഴുള്ള ഈ സിറ്റുവേഷനൊക്കെ ഇമ്പ്രൂവ് ആവും. അവിടെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉയർച്ച തന്നെ ഉണ്ടാവുമെന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്നേഹം, സമാധാനം, സന്തോഷവും നിറഞ്ഞ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ട്രസ്റ്റിൻ്റെ എനർജിയിലൂടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ തോന്നും അവിടെ നിങ്ങൾ ചോദിക്കുന്ന യെസ്സും ഇല്ല നോയും അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ, സ്റ്റക്കായിട്ടുള്ള ടവറിൻ്റെ മൂമെൻറ്റ്. അത് നിങ്ങൾക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ ഈ സിറ്റുവേഷൻ ബെറ്റർ ആവുമെന്നാണ്. ട്രസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്കായിട്ട് അമേസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇതുവരെ എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ച് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, യൂണിവേഴ്സിന് താങ്ക്സ് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് പൈൽ ഓങ്കാരം ചൂസ് ചെയ്തവരുടെ റീഡിങ് സ്പ്രെഡ് ഇതാണ്. അപ്പം ഏസ് ഓഫ് വാൺസ്, കിങ് ഓഫ് വാൺസ്, 6 ഓഫ് കപ്സ്, ചാരിയറ്റ്സ്, 8 ഓഫ് വാൺസ്, 3 ഓഫ് വാൺസ്, വേൾഡിൻ്റെ എനർജി. ഓക്കെ, ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു ബന്ധം, റിലേഷൻഷിപ്പ്, അത് സ്വീകരിക്കാൻ മടിച്ചെടുക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മനസ്സിന് വേറൊരു ബന്ധം സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരാത്ത ഒരവസ്ഥ. അപ്പോൾ നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന പാസ്റ്റ് ലൈഫ്, നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ ഹൃദയം തകർന്ന ഒരനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങളെ അതുപോലെ വിഷമം, ദുഃഖം അനുഭവിച്ച് കഴിയുന്നവരാണ് നിങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയൊരു ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ വരുമ്പോൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ആവുന്നില്ല എന്നാണ്. അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒന്നുകിൽ ലോങ് ഡിസ്റ്റൻസിലായിപ്പോയവരുടെ എനർജി വരുന്നുണ്ട്. ഇപ്പോൾ 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തന്നെ തിരിച്ചു വരുന്നതായിരിക്കാം. വീണ്ടും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്നത് തിരിച്ചു വരുന്നതുമായിരിക്കാം. അത് നിങ്ങൾ സ്വീകരിക്കാൻ മടിച്ച് നിൽക്കുന്നു എന്നാണ്. അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് കാണുന്നത്. അല്ലെങ്കിൽ ചിലർക്കൊക്കെ പുതിയൊരു ഓഫറായിരിക്കാം. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് ഈ
വീണ്ടും വന്നതിനെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന ഇപ്പോഴത്തെ ഈ റിലേഷൻഷിപ്പ് ഈ ഒരു അവസ്ഥ സ്വീകരിക്കാൻ കഴിയാത്തൊരു നിസ്സഹായാവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അത്രത്തോളം നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട്, അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി മൂലം നിങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇനിയും എന്താ പറയുക, ഇനി ഇങ്ങനെ ഒരു ലൈഫേ വേണ്ട എന്നൊക്കെ ഒരു തീരുമാനത്തിലെത്തിയവരായിരിക്കാം നിങ്ങൾ. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വന്നിരിക്കുന്ന ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരുന്നത്. ഇനി അഥവാ ഇനി ഉള്ളിലുണ്ടെങ്കിലും മറ്റ് ചിന്തകൾ മറ്റുള്ളതൊക്കെ ആലോചിക്കും, നിങ്ങൾക്കത് വേണ്ടാന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇനി സ്വീകരിച്ചാൽ വീണ്ടും അങ്ങനെ ആയിപ്പോകുമോ അല്ലേ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞ പോലെ വീണ്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോകുമോ എന്ന് ആണിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി എന്തൊക്കെ ചിന്തിച്ചാലും നമ്മളുടെ ലൈഫിൽ എന്താണോ നമ്മൾ അനുഭവിക്കാനുള്ളത് അത് നമ്മുടെ ലൈഫിലേക്ക് വന്നിരിക്കും. അതൊക്കെ ഓരോരോ പാഠങ്ങൾ തരാൻ, ഓരോ ലെസൺസ് പഠിപ്പിക്കാനുമായിരിക്കാം. നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോയതൊക്കെ അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഏത് കാര്യത്തെയും പോസിറ്റീവായി ചിന്തിക്കാം. നമുക്ക് ഒരുപാട് വേദനയും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് മാറ്റി നമ്മൾ മുന്നോട്ട് ചിന്തിക്കുക. എന്ത് വന്നാലും അത് നല്ലതിനായിരിക്കും, എനിക്ക് യൂണിവേഴ്സ് തരുന്നതൊക്കെ നല്ലതിനായിരിക്കും എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാനുള്ള സമയമാണിപ്പോൾ എന്നാണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന വ്യക്തി, അത് മെയിലായാലും ഫീമെയിലായാലും, നിങ്ങൾക്ക് വന്നിരിക്കുന്ന വ്യക്തി നല്ല സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാണ് എന്നാണ്. അത് ഊർജ്ജസ്വലമായ സ്നേഹം തന്നെയാണ്. നിങ്ങളോടുള്ള സ്നേഹം വികാരാധീനവും ആഴമേറിയതുമാണ് എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പാസ്റ്റിനെ മറക്കുക, ഇപ്പോൾ ഈ പ്രസൻറ്റിൽ ജീവിക്കുക. അത് പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. നെഗറ്റീവായ തോട്ട്സിനെ എല്ലാം മനസ്സിൽ നിന്ന് പാടെ എടുത്ത് കളയുക. 6 ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ പഴയ കാലത്തെ അല്ല ഒരു സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അത്ര അറ്റാച്ചായി നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം പ്രപ്പോസൽ വന്നിരിക്കുന്നത്. അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ അത്രയും പരിചയമുള്ള ഒരാൾ അങ്ങനെ ആവാം. അല്ലെങ്കിൽ നിങ്ങളെ പണ്ട് വിട്ടുപോയി നിങ്ങൾക്ക് മിസ് ചെയ്ത ഒരു ബന്ധമായിരിക്കാം. അങ്ങനെയൊക്കെ ചിലരുടെ എനർജി അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ചായറ്റിൻ്റെ എനർജി പറയുന്നത് അകന്നു പോയവരെ അടുപ്പിക്കുക ഉള്ള സമയമാണ്. അപ്പം അകന്നു പോയവരെ അടുക്കാനുള്ള സമയമാണ് എന്നാണ്. ബന്ധം നിങ്ങൾ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫിൽ നേട്ടം മാത്രമേ ഉണ്ടാവൂ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ രഥം ചാരിയറ്റിൽ പറയുന്ന ആ രഥം നിങ്ങളുടെ കയ്യിലാണ്. ഇതിനെ എങ്ങനെ നയിക്കണം, എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അവിടെ ആ രഥം നയിക്കുന്ന ആൾ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഈ ലൈഫിൻ്റെ രഥം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിങ്ങൾക്കിവിടെ യൂണിവേഴ്സൽ സപ്പോർട്ടുണ്ട്, എൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ്. നിങ്ങളെ കാണണമെന്നും നിങ്ങളോട് അടുത്ത് കൂടുതൽ സംസാരിക്കണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുന്നിലേക്ക് തന്നെ നോക്കുക. മുന്നിലേക്ക് ഒരു ജീവിതത്തിലൊരു സക്സസ് ഉണ്ടാവണം. എപ്പോഴും നമ്മൾ ഒരിടത്ത് തന്നെ കുടുങ്ങിക്കിടന്നാൽ അതിനല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പർപ്പസ് ഉണ്ടാവും. അതെന്താണെന്ന് ആ സമയം വരുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ ഈ എനർജി വന്നിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ പുറകോട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതിനുള്ള വിൽ പവർ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ പുറത്തെടുക്കണം. ആ വിൽ പവർ കാണിക്കേണ്ട സമയമാണ് നിങ്ങൾക്ക്. അപ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഒക്കെ വരും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ വിജയം കൈവരിക്കാൻ കഴിയും. നിങ്ങൾ മടിച്ച് പുറകോട്ട് വന്നാൽ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല, എവിടെ എത്തില്ല. അതുപോരാ, നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണമെന്നാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്.
ഈശ്വര വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈശ്വരൻ ഏതവസ്ഥയിൽ നിങ്ങളെ തുണയ്ക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. വേൾഡിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ലൈഫിലേക്ക് വരും. ഒന്നെങ്കിൽ അത് ഒരു റീയൂണിയൻ്റെ സാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ വേറൊന്നിൻ്റെ തുടക്കമായിരിക്കാം. എങ്ങനെ ആയാലും നിങ്ങൾക്ക് ഇനിയുള്ള ജീവിതം നിങ്ങൾക്ക് സക്സസ് ലൈഫിൽ അച്ചീവ്മെൻറ്റ്സിൻ്റെയും ഫുൾഫിൽമെൻറ്റിൻ്റെയും ഒക്കെ സമയമാണെന്നാണ്, പൂർത്തീകരണമാണ് ശരിക്കും. അപ്പോൾ അത് മാര്യേജിനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഓഫർ നിങ്ങൾ സ്വീകരിക്കുക. അത് ആരും ആയിക്കോട്ടെ, സിംഗിൾസ് ആയാലും ഇപ്പം കപ്പിൾസ് ഡൈവോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നവർ, ചിലർക്ക് രണ്ടാം വിവാഹമായിരിക്കാം, ചിലർക്ക് ആദ്യത്തെ വിവാഹമായിരിക്കാം. എന്ത് തന്നെ ആയാലും അതിനുള്ള സമയമാണ്. നിങ്ങളിത് ഈ ഓഫർ അല്ലെങ്കിൽ ആ പ്രപ്പോസൽ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സും ഫുൾഫിൽമെൻറ്റും ആഗ്രഹപൂർത്തീകരണം ഒക്കെ ഉണ്ടാവുന്നതാണ്. എല്ലാം സക്സസ്സേ വരുള്ളൂ എന്നാണ്. നിങ്ങളോടൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട്. അത് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. 8 ഓഫ് വാൻസിൻ്റെ എനർജി അതാണ്. പെട്ടെന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളും കൂടെ വിചാരിച്ചാലേ നടക്കൂ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രമേ നടക്കൂ. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ, മെഡിറ്റേഷനിലൂടെയാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരിക. നിങ്ങളുടെ ചിന്തകൾക്കുള്ള മറുപടി നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ യുഗത്തിൽ എല്ലാവരും പല രീതിയിലുള്ള സ്ട്രെസ്സും പിരിമുറുക്കം, ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. അതിനൊക്കെ ഈ മെഡിറ്റേഷൻ നല്ലൊരു റിലീഫാണ് എന്നാണ്. എല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് മെഡിറ്റേഷൻ. അതിനിഷ്ടം പോലെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ചാനലുകളുണ്ട് മെഡിറ്റേഷൻ്റെ. അതൊക്കെ അതിനുവേണ്ടി സമയം കണ്ടെത്തി അതിനുവേണ്ടി ചിലവാക്കിയാൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ അതാണ് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ ഏഞ്ചൽ മെസ്സേജസ് കിട്ടിയിരിക്കുന്നത്. അതാണ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് എന്നുള്ള മറുപടി നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. അതുപോലെ തന്നെ ഇറ്റ്സ് അപ് ടു യു. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിജയവും. നിങ്ങളുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങളെ, ബുദ്ധിമുട്ടുകളെ, സ്ട്രഗിൾസിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് തനിയെ ഉണ്ടാവും എന്നാണ്. അപ്പോൾ അതാണ് പറയുന്നത്. ഇറ്റ്സ് അപ് ടു യു. ആ എനർജിയിൽ ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സിറ്റുവേഷനുള്ള സൊല്യൂഷൻ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഫുള്ള് നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്നാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളിപ്പോൾ ചാരിയറ്റിൽ പറഞ്ഞല്ലോ, രഥം നയിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു സാരഥിയാവുക. സ്റ്റാൻഡ് ഇൻ യുവർ ഓൺ പവർ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് തനിയെ നിങ്ങളുടെ ലൈഫിനെ ഒരു ഹാപ്പി എൻഡിങ്സിൽ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നാണ്. നിങ്ങൾക്കൊരു ഹാപ്പി എൻഡിങ്സാണ് വെയിറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇവിടെ പെർഫെക്റ്റ് ടൈമിങ്ങും പറയുന്നത്. നിങ്ങൾക്കിതാണ് നിങ്ങളുടെ സമയം. നിങ്ങളുടെ സമയം ഇതാ വന്നെത്തിയിരിക്കുന്നു എന്നാണ്. അപ്പം മുന്നോട്ട് നീങ്ങുക, ധൈര്യമായി മുന്നോട്ട് പോവുക, കോൺഫിഡൻസോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക, ഡിവൈനിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അപ്പോൾ എല്ലാം നല്ലതിനായി വരട്ടെ. ഓക്കെ ഡിയേഴ്സ്, think positive, be positive, think positive, stay blessed. Okay, thank you.